ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ അനിവാര്യമായി ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ് ഡിക്ഷണറികൾ. ഏത് ഭാഷകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ പഠനത്തിൻ്റെ പ്രാഥമിക തലം മുതൽ തന്നെ ഡിക്ഷണറികൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അവർക്ക് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം നേടാൻ കഴിയുന്നത്. ദിനേന പുതിയ പുതിയ പദങ്ങളുടെ അർത്ഥവും ആശയവും പ്രയോഗവും മനസ്സിലാക്കുവാൻ ഡിക്ഷണറികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് വ്യാപകമായ ഇക്കാലത്ത് എല്ലാ തരത്തിലുമുള്ള ഡിക്ഷണറികൾ ലഭ്യമാണ്. ലോകത്തിലെ ഏത് ഭാഷകളിലേക്കും നിമിഷങ്ങൾക്കുള്ളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. എങ്കിൽ പോലും പ്രാഥമിക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഡിക്ഷണറി നോക്കി, പേപ്പർ എഡിഷനിലുള്ള ഒരു ഡിക്ഷണറി നോക്കി അർത്ഥങ്ങൾ കണ്ടുപിടിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള വാക്കുകൾ നോക്കി മനസ്സിലാക്കുകയും ചെയ്യുന്നത് അവരുടെ ഭാഷാ പഠനത്തിന് സഹായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. മലയാളത്തിൽ അറബി മലയാളം ഡിക്ഷണറികൾ ലഭ്യമാണ്. പക്ഷേ അൽ മൻഹൽ എന്ന ഡിക്ഷണറി പോലെ സമഗ്രമായോ മറ്റൊരു ഡിക്ഷണറി രചിക്കപ്പെട്ടിട്ടില്ല. അനേകം ഡിക്ഷണറികൾ നമുക്കിപ്പോൾ ലഭ്യമാണെങ്കിൽ പോലും റൗദത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പാളായിരുന്ന മൗലവി അബുസലാഹ് ബാക്കവിയും കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ വി മുഹമ്മദ് എന്നീ രണ്ട് പ്രഗത്ഭരായ ഭാഷാ പണ്ഡിതന്മാർ രചിച്ച അൽ മൻഹൽ എന്ന ഡിക്ഷണറി കാലങ്ങളായി മലയാളികളായ അറബി വിദ്യാർത്ഥികൾക്ക് ഭാഷാ പഠനത്തിന് സഹായകം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേപ്പർ എഡിഷൻ ഇപ്പോൾ ലഭ്യമാണ്. കോഴിക്കോട് അല്ലമാൻ കിതാബ് ഭവനാണ് ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏകദേശം 850 രൂപ വിലയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മൊബൈൽ വ്യാപകമായ ഈ കാലത്ത് പേപ്പർ ഡിക്ഷണറികൾ നോക്കുന്നവർ വളരെ വിരളമാണ്. എങ്കിൽ പോലും ഈ ഡിക്ഷണറിയുടെ ഓൺലൈൻ പതിപ്പ് എന്നാൽ PDF ലഭ്യമാണ്. അത് നോക്കിയിട്ട് നമുക്ക് ഈ ഡിക്ഷണറി ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അത് വാക്കുകൾ കൊണ്ട് സാധാരണ ഓൺലൈൻ ഡിക്ഷണറികൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ വാക്കുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് നോക്കാൻ കഴിയില്ല. ആ PDF ഓരോ പേജിലേക്ക് എത്തി നമ്മളത് അർത്ഥം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് സൗകര്യമായ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റുകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പുണ്ട്, ഒരു പ്രത്യേകം ഓഫീസ് റീഡർ എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് പെട്ടെന്ന് അക്ഷരങ്ങളുടെ ഓരോ അക്ഷരങ്ങളും ഏത് പേജ് മുതലാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തി വെച്ചാൽ പെട്ടെന്ന് നോക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ PDF അവൈലബിൾ ആണ്. ഇത് രണ്ടും നിങ്ങൾ സമഗ്രമായി മനസ്സിലാക്കി ഉപയോഗിച്ച് നോക്കിയാൽ പേപ്പർ ഡിക്ഷണറിക്ക് പകരമായി ഇതേ ഡിക്ഷണറി തന്നെ നമുക്ക് ഫോണിലൂടെ ഉപയോഗിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യം അൽ മൻഹൽ ഡിക്ഷണറിയുടെ PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. അതിനുശേഷം അറബിയിലെ ഓരോ അക്ഷരങ്ങൾ ഏത് പേജിലാണ് തുടങ്ങുന്നത് എന്ന ഒരു നോട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു വയ്ക്കുക. അത് നമ്മുടെ ബുക്കിലോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. ഓഫീസ് റീഡർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ നൽകാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇത് ഡിക്ഷണറി തുറക്കുമ്പോൾ ഈ ഓഫീസ് റീഡർ എന്ന ആപ്പ് വഴി തുറക്കുക. എങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് നോക്കാൻ കഴിയും. അൽ മൻഹൽ ഡിക്ഷണറിയിലെ ഓരോ അക്ഷരങ്ങളും ഏത് പേജിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് മനസ്സിലാക്കാൻ ഈ ചാർട്ട് നിങ്ങളെ സഹായിക്കും. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലോ നമ്മൾ പഠിക്കാനിരിക്കുന്നിടത്തോ ഒക്കെ എഴുതി വെച്ചാലും മതി. ഡിക്ഷണറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യമേ നേരത്തെ പറഞ്ഞ ഓഫീസ് റീഡർ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ആ ആപ്പ് തുറക്കുക. ആ ആപ്പിലൂടെ തന്നെ വേണം നമ്മൾ ഈ ഡിക്ഷണറി തുറക്കേണ്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റാർ ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെ സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുക. അതും ഡിക്ഷണറിയും അതേപോലെ നമ്മൾ ഡിക്ഷണറിയുടെ ഓരോ പേജ് എവിടെയാണെന്ന് രേഖപ്പെടുത്തിയ ആ ഒരു ഗ്രാഫും നോക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതുവഴി ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന്, ഇങ്ങനെ ഈ ഓഫീസ് റീഡർ വഴി ഈ ഒരു സെക്ഷൻ വഴി നമുക്കിങ്ങനെ അക്ഷരങ്ങൾ ഓരോ പേജിലും ഏത് അക്ഷരങ്ങൾ തുടങ്ങുന്നു എന്ന നിലയിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും. അതിനേക്കാൾ മറ്റൊന്ന് എളുപ്പം, ഇന്ന് ഈ ഐക്കണിലേക്ക് നമ്മൾ ഞെക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു നമ്പർ തെളിയും.
അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അടിച്ചു കൊടുക്കുക. നേരത്തെ ഏത് അക്ഷരം ഏത് പേജിൽ നിന്ന് തുടങ്ങുന്നു എന്ന് നമ്മൾ രേഖപ്പെടുത്തിയത് വഴി നോക്കുക. ഇപ്പോൾ റാ എന്ന് പറയുന്ന അക്ഷരം ഏത് പേജിലാണ് തുടങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി 254 ആ പേജിലേക്ക് പോവാം. അപ്പോൾ അവിടെ റാ എന്ന് പറയുന്ന ഒരു പേജ് വന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്ക്രീനിൽ നിന്നും നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച അക്ഷരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. തറബന എന്താണ് കപ്പിത്താനാവുക, റുബാൻ കപ്പിത്താൻ, അങ്ങനെ മനസ്സിലായി. ഇപ്പോൾ അടുത്ത ഒരു അക്ഷരം ഒരു വാക്ക് കണ്ടെത്താൻ ഷീൻ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് കണ്ടെത്താൻ പോകാൻ നമ്മൾ നേരെ ഈ ഐക്കണിൽ ഞെക്കുക. അപ്പോൾ അവിടെ ഷീൻ തുടങ്ങുന്നത് ഏതാണ്? 346 346 പോവുക. പേജ് നമ്പർ 346. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന പേജ് നമ്പറിലേക്കാണ് നമ്മൾ എത്തുന്നത്. അല്ലാതെ ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നമ്പറുമായിട്ട് ചെറിയൊരു വ്യത്യാസം കാണും. ഇതിപ്പോൾ 346 നമ്മൾ പോയപ്പോൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന 341. അപ്പോൾ 347 പോകുമ്പോൾ ഇവിടെ 342. നമ്മളതല്ല, ഈ ഡോക്യുമെൻറ്റിൻ്റെ പേജ് നമ്പറാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല ഷീന് കൊണ്ട് തുടങ്ങുന്ന അക്ഷരങ്ങൾ കാണാം. ഷിബറുൻ, ചാണ്, അങ്കുലം വരുന്ന ഒരളവ്, ആയുഷ്കാലം, ഷിബർ, അഷ്ബാർ, അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് സ്വബാഹ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാം. അപ്പോൾ എന്താണ് സ്വാദ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് നോക്കുക. 374 പോവുക. 374 പോകുമ്പോൾ സ്വാദിലേക്കായി. അപ്പോൾ അവിടെ സ്വബാഹിലേക്ക് നമ്മൾ പെട്ടെന്ന് നോക്കാൻ കഴിയും. സ്വബാഹ് പൂർവാന്ന സമയം, സുബീഹത്ത്, ഉസ്ബൂഹത്ത്, അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. സുബഹത്ത് പ്രഭാത സമയത്തെ ഉറക്കം, അങ്ങനെ. ഇപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അതിനോടനുബന്ധിച്ചോ അതിന് തൊട്ടപ്പുറമോ ഇപ്പുറമോ ഉള്ള വാക്കുകളോടൊക്കെ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ഈ ഡിക്ഷണറി നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും.